സമാനതകളില്ലാത്ത ഒരു അമേസിംഗ് സ്പൈറൽ ഹോമിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാനിന്ന് എത്തിയിരിക്കുന്നത്. ഇത് എൻ്റെ നാട്ടിലാണ്. ഈ ഒരു വീടിൻ്റെ എലിവേഷൻ കൊണ്ട് തന്നെയാണ് ഈ ഒരു വീട് വ്യത്യസ്തമാകുന്നത്. എലിപ്റ്റിക്കൽ ഷേപ്പുകളിലാണ് ഇതിൻ്റെ റൂഫും കാർ പോർച്ചും ഒക്കെ ചെയ്തിരിക്കുന്നത്. കുറേ എലിപ്സ് ഇങ്ങനെ കമ്പൈൻ ചെയ്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള നല്ല എലഗൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഡിസൈനിങ്ങും ചെയ്തിരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീടിൻ്റെ കാഴ്ചകളിലോട്ടാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഇത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കരിക്കോട് TKM കോളേജിന് സമീപത്തായിട്ടാണ് ഡോക്ടർ ഷെഫിൽ ആൻഡ് ഫാമിലിയുടെ വീടാണ്. ഈ ഒരു വീടിൻ്റെ കാഴ്ചകളിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. വെൽക്കം ടു അവർ ചാനൽ. ഡോക്ടർ ഷെഫിലിന് വേണ്ടിയിട്ട് ഈ ഒരു വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫൈൻ സ്പേസ് ആർക്കിടെക്ട്സ് ആണ്. അശ്വതി അശോക് ആൻഡ് കിരൺ സുരേഷ് ആണ് ഇതിൻ്റെ പ്രിൻസിപ്പൽ ആർക്കിടെക്ട്സ്. അപ്പോൾ ഇത് കൊല്ലം ബേസ് ചെയ്തിട്ടുള്ളൊരു ആർക്കിടെക്ട്സ് ഫേമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ സിസ്റ്റർ കൺസേൺ ആയ മെലോ ഇൻറ്റീരിയേഴ്സ് ആണ് ഇൻറ്റീരിയർ ഡിസൈനിങ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഓരോ പോർഷൻസ് ആയിട്ട് കണ്ടു തുടങ്ങാം. റഈസ സിസ്താന എന്നാണ് ഈ ഒരു വീടിന് പേര് നൽകിയിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിങ്ങിൽ നിന്ന് തുടങ്ങാം. ഇവിടെ നാച്ചുറൽ സ്റ്റോണും ആർട്ടിഫിഷ്യൽ ഗ്രാസും ആണ് കൊടുത്തിരിക്കുന്നത്. രണ്ട് സൈഡിലായിട്ടും ലോണിൽ ചെയ്തിരിക്കുന്നത് നാച്ചുറൽ ഗ്രാസ് തന്നെയാണ്. ഈ വീടിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് ആയിട്ടുള്ള പോർഷൻ ഈ ഒരു കാപ്പോച്ച് തന്നെയാണ്. ഇത് ഐ സെക്ഷൻ ബെൻഡ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ഒരു ഫ്രെയിം വർക്കും ഷട്ടർ വർക്കും ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് കോൺക്രീറ്റിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു കാർ പോർച്ച് 12 മീറ്റർ സ്പാനാണുള്ളത്. ഏകദേശം 4 പ്രീമിയം കാർസ് ഒരേ സമയം ഇവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും. ഇത് വീടിൻ്റെ സൈഡ് സ്പേസ് ആണ്. ഇതിലൂടെ നമ്മൾ നേരെ പോകുന്നത് ബാക്കിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഔട്ട് ഹൗസിലേക്കാണ്. ഈ ഒരു കാർ പോർച്ചിൻ്റെ റൂഫ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് സിറ്റ് ഔട്ടിലോട്ട് വന്നിരിക്കുന്നത്. ഈ ഒരു പോർഷനിലായിട്ട് ഇവിടെ സൺ റൂഫ് കൊടുത്തിരിക്കുകയാണ്. അതിനിടയിലായിട്ട് കോൺക്രീറ്റ് ബീംസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് നല്ലൊരു നല്ലൊരു ലൈറ്റ് സോഴ്സ് ആണ് കേട്ടോ ഇവിടെ ചെയ്തിരിക്കുന്നത്. നമുക്ക് നല്ല പ്രകാശം ഈ ഉള്ളിലേക്ക് കിട്ടാൻ, ഈ ഒരു പ്ലേസിലേക്ക് കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വളരെ ഓപ്പൺ ആയിട്ടുള്ളൊരു ലെങ്തി ആയിട്ടുള്ളൊരു സിറ്റ് ഔട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റ് ഔട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് സ്റ്റെപ്സ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ എഡ്ജിലായിട്ട് ഗോൾഡൻ സ്ട്രിപ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ബീഡിങ് പോലെ ചെയ്തിട്ടുണ്ട്, ഗോൾഡൻ ബീഡിങ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ ഫ്ലോറിലായിട്ട് വിട്രിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ഡോറിലോട്ട് വരുമ്പോൾ ഡബിൾ ഡോർ ആണ് ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. ടീക്ക് വുഡിൽ തന്നെയാണ് ഡോറും അതിൻ്റെ ഫ്രെയിമും ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനാണ് മെയിൻ ഡോറിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വിൻഡോസ് നോക്കുകയാണെങ്കിൽ ഈ ഒരു റൂഫിൻ്റെ അതേ രീതിയിലാണ് വിൻഡോസ് വന്നിരിക്കുന്നത്. ഇവിടെ ക്ലിയർ ഗ്ലാസും ഫ്രെയിമും യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു വിൻഡോസ് ചെയ്തിരിക്കുന്നത്. ഉള്ളിലേക്ക് കയറുമ്പോൾ ആദ്യം തന്നെ ഒരു ഫോയർ സ്പേസ് ആണ് കാണുന്നത്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഫോമർ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു 2 സ്റ്റെപ്പ് താഴ്ചയിലാണ് ഈ ഒരു ഫോമർ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ഇവിടുത്തെ ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിലായിട്ട് ഈ ഒരു ബീച്ച് കളറാണ് കൊടുത്തിരിക്കുന്നത്. വിട്രിഫൈഡ് ടൈൽസ് ആണ് അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന് ഇടയ്ക്കായിട്ടൊക്കെ ഇങ്ങനൊരു ഗോൾഡൻ ബീഡിങ്സ് പോലെ കൊടുത്തിരിക്കുന്നു. പിന്നെ ഈ ഒരു റസ്റ്റിക് ഫിനിഷ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇവിടെ വിട്രിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് ഡെക്കോസ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ കൊടുത്തിരിക്കുന്ന സോഫ സെറ്റെല്ലാം തന്നെ കസ്റ്റമൈസ്ഡ് ആണ്. നമ്മുടെ ഈ ഒരു ഹോളിന് പറ്റുന്ന രീതിയിലാണ് ഈ ഒരു സോഫ സെറ്റ് കസ്റ്റമൈസ് ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം തന്നെ ഷിയർ കർട്ടൻസ് യൂസ് ചെയ്തിരിക്കുകയാണ്. നല്ലൊരു കോഫി ടേബിൾ സെൻറ്റർ പോർഷനിലായിട്ട് കൊടുത്തിരിക്കുന്നു. മുകളിൽ സീലിങ്ങിലായിട്ട് ചെയ്തിരിക്കുന്നത് പ്ലൈവുഡിൽ വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയ്ക്കായിട്ടൊക്കെ തന്നെ ലാക്കോഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. നടുക്കായിട്ട് നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ ഇവിടെ ഫിക്സഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് വെളിയിലോട്ട് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഇങ്ങനെ ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഫിക്സഡ് ഗ്ലാസ് ആണ്, നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ഇതിൻ്റെ ബാക്കിലായിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഷട്ടേഴ്സും കൊടുത്തിട്ടുണ്ട്. ഓട്ടോമേറ്റഡ് ആണ്, നമുക്ക് മൊബൈൽ ത്രൂ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതല്ലാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ടൈം സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കറക്റ്റ് ടൈം ആകുമ്പോൾ ഓപ്പൺ ചെയ്യാനും അത് ക്ലോസ് ചെയ്യാനും പറ്റുന്നതാണ്. ഈ വീട് സെൻട്രലൈസ്ഡ് AC ആണ്. VRF എയർ കണ്ടീഷനിങ് സിസ്റ്റം ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്.
ഈ ഒരു വോളിലായിട്ട് ക്ലാഡിംഗ് സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെയ്തിരിക്കുന്നത്, ഈ ഒരു വർക്ക് ചെയ്തിരിക്കുന്നത് വിട്രിഫൈഡ് ടൈലിലാണ്. ഇവിടെ കണ്ടില്ലേ, ഫുള്ളി ഓട്ടോമേറ്റഡ് ആണ്. ഇവിടെ വേറെ സ്വിച്ചസും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. നമുക്കിത് ഫുൾ ടൈം വൈഫൈ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും, നമ്മുടെ മൊബൈലായിട്ട് കണക്റ്റഡ് ആയിരിക്കും. ഈ ഒരു സൈഡിലായിട്ടൊക്കെ തന്നെ പ്ലാന്റ്സ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നാച്ചുറൽ പ്ലാന്റ്സും ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സും കൂടെ മിക്സ് ചെയ്താണ് വെച്ചിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇവിടെ ഒരു അറബിക് കാലിഗ്രഫി കൊടുത്തിരിക്കുകയാണ്. ഈ ഒരു ഫോർമൽ ലിവിങ്ങിൽ നിന്ന് നമ്മൾ ഫാമിലി ലിവിങ്ങിലേക്ക് വരികയാണ്. ഇവിടെ ഒരു എൻട്രൻസ് പോർഷനിലായിട്ട് GI പൈപ്പ് യൂസ് ചെയ്തൊരു ബോർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഒരു ഫോട്ടോ വോളാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഈ ഒരു വോള്. ഇനി നമ്മളിതാ ഈ ഒരു ഫാമിലി ലിവിങ്ങിലേക്ക് വരുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫാമിലി ലിവിങ് ഏരിയ ആണ്. ഇവിടെ ഒരു ലോഞ്ച് സോഫ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം തന്നെ ബാക്ക് പാനലിംഗ് ചെയ്തിരിക്കുന്ന, മുകളിലെല്ലാം തന്നെ ബീച്ച് കളറിൽ ചെയ്തിരിക്കുന്നതും വിട്രിഫൈഡ് ടൈൽ യൂസ് ചെയ്തിട്ടാണ്. അതുപോലെ തന്നെ ഈ ഒരു TVയുടെ ബാക്കിലായിട്ട് ചെയ്തിരിക്കുന്നതും വിട്രിഫൈഡ് ടൈൽ തന്നെയാണ്. ഇനി സീലിങ്ങിലോട്ട് വരുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അതിൽ നല്ലൊരു ഡിസൈനർ ഫാൻ കൊടുത്തിരിക്കുകയാണ്. നല്ല ഭംഗിയുള്ളൊരു ഡിസൈനിലാണ് ഈ ഒരു ഫാൻ വന്നിട്ടുള്ളത്. ഇവിടെയും നല്ലൊരു കോഫി ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 8x4 സൈസിലെ ടൈലുകളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളിതാ നേരെ വരുന്നത് ഈ ഒരു റൂമിലേക്കാണ്. നമുക്ക് ഇവിടെ പ്രെയർ റൂമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഗ്ലാസ് ഡോർസ് കൊടുത്തിരിക്കുന്നു, സ്ലൈഡിംഗ് ആണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പ്രെയർ ഏരിയ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് വിൻഡോസ് കൊടുത്തിരിക്കുന്നു. ഈ ഒരു സെൻട്രൽ പോർഷനിലായിട്ട് ഫിക്സഡ് ഗ്ലാസും രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോസും ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ഒരു സ്പേസ് കണ്ടില്ലേ, ഇത് ഒരു വുളു സ്പേസ് ആണ്. വുളു എടുക്കാൻ മാത്രമുള്ളൊരു സ്പേസ് ആയിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫാമിലി ലിവിങ്ങിൽ നിന്ന് നമ്മൾ നേരെ വരുന്നത് ഒരു കോർട്ട്യാർഡ് ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കോർട്ട്യാർഡ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഊഞ്ഞാലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും നമ്മളിങ്ങനെ കുറച്ച് 2 സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഈ ഒരു കോർട്ട്യാർഡ് പോർഷനിലേക്ക് വരുന്നത്. 2 സൈഡിലായിട്ടും സീറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. മിഡിൽ പോർഷനിലായിട്ട് നല്ലൊരു ഊഞ്ഞാല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഒരു കേർട്ടൻ വാളാണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു കേർട്ടൻ വാൾ കൊടുത്തിരിക്കുന്നു. ബാക്കിലിപ്പോൾ ഷട്ടേഴ്സ് ക്ലോസ് ചെയ്തിട്ടിരിക്കുകയാണ്. നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തുകൂടി കാണാം. അപ്പോൾ നല്ലൊരു നാച്ചുറൽ ലൈറ്റ് നമുക്ക് ഈ ഒരു ഏരിയയിലോട്ട് കിട്ടും. ഇപ്പം നമ്മളിവിടുത്തെ ഷട്ടേഴ്സ് ഇതാ ഓപ്പൺ ചെയ്യാണ്. ഓട്ടോമേറ്റഡ് ആണ്. ഈ ഒരു ഷട്ടേഴ്സ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നല്ലൊരു വ്യൂ ആണ്. പുറത്തൊരു വേർട്ടിക്കൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു സ്പേസ് തന്നെയാണ് കേട്ടോ ഇത്. നമുക്കിങ്ങനെ ഫാമിലി ആയിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ ആണ്. നല്ല വ്യൂ കിട്ടുന്നുണ്ട് പുറത്തേക്ക് നോക്കിയാൽ. അതുപോലെ നല്ലൊരു നാച്ചുറൽ ലൈറ്റും കിട്ടുന്നുണ്ട്. ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് റൂഫ് വന്നിട്ടുള്ളത്. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വോളിലൊക്കെ ഇങ്ങനെ സ്ട്രിപ്പ് ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ വോളിലായിട്ടൊക്കെ തന്നെ പ്ലൈവുഡിൽ വിനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുന്നു. ഇടയ്ക്കായിട്ട് ഇതാ ഇങ്ങനെ ലാക്വേർഡ് ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കോർട്ട്യാർഡിൽ നിന്ന് തന്നെയാണ് നമുക്ക് 2 റൂമിലോട്ടുള്ളൊരു എൻട്രൻസ് വരുന്നത്. ഇവിടെ ഇങ്ങനെ പ്ലാന്റ്സ് വെക്കാനൊരു സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ ഒരു ഡെക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പ്ലാന്റ്സ്, ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇത് അലബാസ്റ്റർ ഷീറ്റാണ് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ നമുക്കൊരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ലുക്ക് വരും. പക്ഷേ ഇത് ഒരു മൈൽഡ് ട്രാൻസ്പെറൻ്റ് ആണ്. അതുപോലെ തിക്നെസ്സും കുറവാണ്. നമുക്കിങ്ങനെ കട്ട് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉള്ളിലായിട്ട് ഇവിടെ ലൈറ്റ് സോഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇങ്ങനെ റിഫ്ലക്റ്റ് ചെയ്ത് പുറത്തോട്ട് കാണിക്കും. നല്ല ഭംഗിയായിട്ടുള്ളൊരു രസമുണ്ട് ഇതിങ്ങനെ ചെയ്തിരിക്കുന്ന കാണാനായിട്ട്. 2 സൈഡിലും ഇത് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഡൈനിങ് ഏരിയ ആണ്. ഈ ഒരു ലിവിങ്ങിൽ നിന്ന് ഫാമിലി ലിവിങ്ങും ഡൈനിങ്ങും ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. വളരെ ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ടീഷനാണ്. ഒരു ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന രീതിയിലാണ് ഈ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട്
മെറ്റൽ ഷീറ്റിൽ CNC കട്ടിംഗ് വർക്ക് ചെയ്തിരിക്കുകയാണ്. GIയുടെ പൈപ്പിലാണ് ഈ ഒരു പാർട്ടീഷൻ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ടൊക്കെ തന്നെ ഈ സ്റ്റോറേജ് ഒക്കെ തന്നെ ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷിലാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ഡെക്കോസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് നല്ല അട്രാക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഇതിനുള്ളിലായിട്ട് ഇങ്ങനെ LED സ്ട്രിപ്പ് ലൈറ്റ്സ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഒരു ആംബിയൻസ് ഉണ്ട്. അതുപോലെ ഈ ഒരു ഏരിയയിലോട്ട് വരുമ്പോൾ നമുക്കൊരു ഭയങ്കര റോയൽ ഫീലാണ് കിട്ടുന്നത്. ഒരു ഡൈനിങ് ടേബിൾ ആണെങ്കിൽ അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നു. കസ്റ്റമൈസ്ഡ് ആണ്. 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ഡൈനിങ് ടേബിൾ ആൻഡ് ചെയർ ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ടഫ് ആൻഡ് ഗ്ലാസ് ആണ് ഈ ഒരു ടേബിളിന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതും ഒരു ബ്ലാക്ക് കളർ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ബാക്ക് പോർഷനിലായിട്ട് ഇങ്ങനെ ഒരു 4 ഷെൽഫാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതും നല്ല ഭംഗിയായിട്ട് ഗോൾഡൻ ബോർഡേഴ്സ് കൊടുത്തിരിക്കുകയാണ്. നല്ല രസമായിട്ടുണ്ട്. അതിനിടയ്ക്കായിട്ടൊക്കെ തന്നെ അലബാസ്റ്റർ ഷീറ്റ് കൊടുത്ത് അത് ഭയങ്കര വെറൈറ്റി ആക്കിയിട്ടുണ്ട്. ഉള്ളിലായിട്ട് ലൈറ്റ് സോഴ്സ് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഭംഗി ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇടയ്ക്കായിട്ടൊക്കെ തന്നെ ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. അതിനുള്ളിലായിട്ടൊക്കെ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ വോളിലായിട്ടൊക്കെ നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ്ങും ഈ ഒരു ഭാഗത്തായിട്ട് ലാക്വേർഡ് ഗ്ലാസ്സും ആണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു കോർണർ പോർഷനിലായിട്ട് ഇവിടുത്തെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ ഒരു ബാത്റൂം കോമൺ ടോയ്ലറ്റ് കൂടി വരുന്നുണ്ട്. വാഷ് കൗണ്ടറിൽ നല്ലൊരു റൗണ്ട് മിറർ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഗോൾഡൻ ബോർഡർ കൊടുത്തിരിക്കുന്നു. ഇവിടെയായിട്ടും നല്ലൊരു ഹാങ്ങിങ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു വോളിലായിട്ടും സ്റ്റോൺ ക്ലാഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു വാഷ് ബേസിനാണ് ചെയ്തിരിക്കുന്നത്. കോലാറിൻ്റെ വാഷ് ബേസിനാണ്. നല്ലൊരു ഷേപ്പിൽ ഒരു കർവ് വരുന്ന ഒരു വാഷ് ബേസിൻ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയും അലബാസ്റ്റർ ഷീറ്റ് യൂസ് ചെയ്തിട്ട് താഴെയായിട്ട് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ സ്റ്റോറേജിലൊക്കെ തന്നെ ലാക്വേർഡ് ഗ്ലാസ് തന്നെയാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു ഭാഗത്തായിട്ടൊരു കോമൺ ടോയ്ലറ്റ് ആണ് വരുന്നത്. ഈ ഒരു വോളിലായിട്ട് തന്നെയും നാച്ചുറൽ സ്റ്റോൺ ക്ലാഡിങ് കൊടുത്തിരിക്കുന്നു. ധാരാളം വോൾ പിക്ചേഴ്സ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫ്ലോറിലായിട്ട് 8x4 വിട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റെപ്സിൻ്റെ സൈഡിലൊക്കെ തന്നെ ഗോൾഡൻ ബീഡിങ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെയും ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങിയാണ് ഈ ഒരു പോർഷനിലോട്ട് വരുന്നത്. ഇവിടെയും നല്ലൊരു കർട്ടൻ വോൾ ചെയ്തിരിക്കുകയാണ്. ഇത് ഫിക്സഡ് അല്ല കേട്ടോ, ഇത് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ ഒരു ഭാഗത്തോട്ട് ഇറങ്ങാൻ പറ്റും. ഇതൊരു ബാക്ക് പോർഷനാണ്. അവിടെയും നല്ലൊരു വേർട്ടിക്കൽ ഗാർഡൻ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല രീതിയിലുള്ളൊരു നാച്ചുറൽ ലൈറ്റ് ഈ ഒരു ഏരിയയിൽ നിന്നും അതുപോലെ തന്നെ മുകളിലെ പർഗോള വർക്ക് കൊടുത്തിരിക്കുന്ന ആ ഒരു ഭാഗത്തു നിന്നൊക്കെ തന്നെ ഈ ഒരു ഡൈനിങ്ങിലോട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സീലിംഗ് നോക്കാം. ഇവിടെ സീലിംഗിലും നല്ല രസമായിട്ടുള്ള ഹാങ്ങിങ് ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ സീലിംഗ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇടയ്ക്കായിട്ടൊക്കെ തന്നെ ലാക്വേർഡ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു ബ്ലാക്ക് തീമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. കോർട്ട്യാർഡിൽ നിന്ന് തന്നെയാണ് 2 റൂമിലേക്കുമുള്ള ഒരു ആക്സസ് വരുന്നത്. ഇതാണ് താഴത്തെ ഫസ്റ്റ് റൂം. ഇവിടെ നമ്മൾ കയറി വരുന്നത് ഒരു ചെറിയ പാസേജ് ഉണ്ട്. ഇവിടെ ആദ്യം തന്നെ ഒരു ബാത്റൂമാണ്. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇവിടെ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയായിട്ട് ഒരു ലോങ് മിറർ കൊടുത്തിരിക്കുകയാണ്. ഇൻബിൽറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമാണിത്. 5 മീറ്റർ ലെങ്ത്തും 4.9 മീറ്റർ വിഡ്ത്തിലുമാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് ഹെഡ് ബോർഡിൽ നല്ല കുഷ്യൻസും കാര്യങ്ങളൊക്കെ ബെഡിനോട് ചേർന്ന് വരുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിലായിട്ട് ഇവിടെ വിൻഡോ ആണ് വരുന്നത്. ഫുൾ ഗ്ലാസ്സിൽ വരുന്ന ഫിക്സഡ് ആയിട്ടുള്ള ഗ്ലാസ് കൊടുത്തിരിക്കുന്ന വിൻഡോ ആണ് ഈ ഒരു സെൻട്രൽ പോർഷനിൽ വരുന്നത്. 2 സൈഡിലും നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന വിൻഡോസും കൊടുത്തിരിക്കുന്നു. മുകളിലായിട്ട് മൾട്ടിവുഡിൽ CNC കട്ടിംഗ് വർക്കാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. 2 സൈഡിലായിട്ടും ലാക്വേർഡ് ഗ്ലാസ് ആണ്. ഈ ഒരു വോളിൽ ചെയ്തിരിക്കുന്നത് ടൈൽ യൂസ് ചെയ്തിട്ടുള്ള പാനലിംഗ് തന്നെയാണ്. എന്നിട്ട് അതിനകത്തൊരു CNC കട്ടിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ ഒരു പോർഷനിലായിട്ടും ടൈല് തന്നെയാണ് വരുന്നത്. നല്ലൊരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു സ്റ്റോറേജും ഇതിന് താഴെയായിട്ട് കൊടുത്തിരിക്കുന്നു. ബാക്കിലായിട്ടൊക്കെ പാനലിംഗ് ചെയ്തിരിക്കുന്നതും വിട്രിഫൈഡ് ടൈൽസ് യൂസ് ചെയ്തിട്ട് തന്നെയാണ്.
ഇവിടെ വാർഡ്രോബ്സിനുള്ളിൽ സെൻസർ ലൈറ്റ്സ് കൊടുത്തിരിക്കുകയാണ്, പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ഗ്ലാസ് ഡോറാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് നമുക്കതിങ്ങനെ അതിൻ്റെ റിഫ്ലക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ബാത്റൂംസിനും സെൻസർ ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഗ്രൗണ്ട് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂം. നമ്മൾ കയറി വരുമ്പോൾ തന്നെ വാർഡ്രോബും ഈ ഒരു സൈഡിലായിട്ട് ബാത്റൂമുമാണ് വരുന്നത്. ഇവിടെയും നല്ലൊരു ലോങ് മിറർ കൊടുത്തിരിക്കുന്നു. ഇൻബിൽറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള 5 മീറ്റർ ലെങ്ത്തും 5 മീറ്റർ വിഡ്ത്തിലും ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണിത്. ഇവിടെ ഈ ഒരു സൈഡിലായിട്ടുള്ള വോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു മിഡിൽ പോർഷനിലായിട്ടൊരു റൗണ്ട് മിറർ കൊടുത്തിരിക്കുകയാണ്. എന്നിട്ടൊരു ഗോൾഡൻ ബോർഡറും കൊടുത്തിരിക്കുന്നു. അതിനകത്തും LED ലൈറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ബീച്ച് തീമിലാണ് ഈ ഒരു വിട്രിഫൈഡ് ടൈൽസ് ചെയ്തിരിക്കുന്നത്. ഇടയ്ക്കായിട്ടൊക്കെ ലാക്വേർഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇനി ഇവിടെ ആയിട്ടൊരു അറബിക് കാലിഗ്രാഫി കൊടുത്തിരിക്കുന്നു. രണ്ട് സൈഡിലും ഇവിടെ സൈഡ് ടേബിൾസും ഭംഗിയുള്ള ലാംപ്സും സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത്. നല്ല കുഷ്യൻസ് കൊടുത്തിരിക്കുന്നു. അതിനോടൊപ്പം കണ്ടിന്യൂ ചെയ്താണ് ഈ ഒരു ബെഡ് വരുന്നത്. ഇനി ഇവിടെ ഫ്ലോർ നോക്കുകയാണെങ്കിൽ ഇവിടെ വുഡൻ ഫ്ലോറിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. SPCയുടെ വുഡൻ ഫ്ലോറിംഗ് ആണ്. പിന്നെ ഇവിടെ ഒരു ആം ചെയറും ടേബിളും സെറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെയൊക്കെ വിൻഡോസ് ആണ് വരുന്നത്. ഇവിടെ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ട് ഷിയർ കർട്ടൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. മുകളിലായിട്ട് സീലിങ്ങിലൊക്കെ തന്നെ LED ലൈറ്റ്സ് കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വളരെ എലഗൻ്റ് ആയിട്ടാണ് ഇവിടെ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ഭാഗത്തും നമുക്കുള്ളിലായിട്ട് പ്രൊഫൈൽ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. വളരെ ഒരു മേജർ റോള് ഈ ഒരു വീടിൻ്റെ ആംബിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് ലൈറ്റ്സ് സഹായിച്ചിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ കണ്ട പോലെ തന്നെ ഇവിടെ വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഫുൾ ഒരു ബ്ലാക്ക് തീമിലാണ് കേട്ടോ വാർഡ്രോബ്സ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും ഉള്ളിൽ സെൻസർ ലൈറ്റ്സ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഹാൻഡിൽസിലും നമുക്ക് ആ ഒരു ലാക്വേർഡ് ഗ്ലാസ് കാണാൻ കഴിയും. ഇനി ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ബാത്റൂമാണ്. സെൻസർ ലൈറ്റ്സ് ആണ് ഇവിടെയും കൊടുത്തിരിക്കുന്നത്. ഇവിടെയും വെറ്റ് ഏരിയ ഡ്രൈ ഏരിയ ആയിട്ട് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡൈനിങ്ങിൽ നിന്ന് നേരെ വരുന്നത് കിച്ചണിലോട്ടാണ്. നല്ലൊരു ഐലൻഡ് കിച്ചണാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ഐലൻഡ് തീം ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു L ഷേപ്പിലാണ് കബോർഡ്സ് വന്നിരിക്കുന്നത്. ഈ കബോർഡ്സിലും ഷട്ടേഴ്സൊക്കെ ചെയ്തിരിക്കുന്നത് ലാക്വേർഡ് ഗ്ലാസ് ഫിനിഷിലാണ്. പിന്നെ ഈ ഒരു കൗണ്ടറിൽ യൂസ് ചെയ്തിരിക്കുന്നത് ഡബിൾ തിക്നെസ്സിലുള്ള ടൈല് തന്നെയാണ്. ഇവിടെ റെഫ്രിജറേറ്റർ ഇവിടെ ആയിട്ട് വന്നിരിക്കുന്നു. ഇവിടെ വാഷ് ബേസിൻ വന്നിരിക്കുന്നു. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ സ്റ്റൗവും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഹുഡ് ആൻഡ് ഹോബായിട്ടല്ല ചെയ്തിരിക്കുന്നത്, ജസ്റ്റ് സ്റ്റൗ മാത്രമേ ഉള്ളൂ. നമ്മുടെ വർക്കിംഗ് കിച്ചണിലാണ് ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നത്. കട്ട്ലറി യൂണിറ്റ്സും അതുപോലെ ടാൻഡം ബോക്സസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇവിടെ എല്ലാം കിച്ചൻ്റെ ആക്സസറീസ് യൂസ് ചെയ്തിരിക്കുന്നത് ഹാഫ്ലേയുടെ ആണ്. ഇനി ഇവിടെ വ്യത്യസ്തമായിട്ട് ചെയ്തിരിക്കുന്നത്, സാധാരണ ഒരു കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡിലായിട്ട് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ആയിരിക്കും ചെയ്തിരിക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിന് പുറമെ ഒരു ചെറിയ ഡൈനിങ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 4 പേർക്ക് നല്ല രീതിയിൽ വിശാലമായിട്ട് ഇരുന്ന് ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടുത്തെ സീറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വലുപ്പമുള്ളൊരു ടേബിളും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വോളിലായിട്ട് 2 സൈഡിലും മൊറോക്കൻ സീരീസ് സ്റ്റൈലും നടുക്കായിട്ട് ഫുൾ സൈസിലുള്ള വിട്രിഫൈഡ് ടൈലുമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു സെക്കൻഡ് കിച്ചണുണ്ട്. വളരെ ഭംഗിയായിട്ട് ഒരുപാട് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടാണ് ഈ ഒരു സെക്കൻഡ് കിച്ചണും ചെയ്തിട്ടുള്ളത്. ഇവിടെ ഫേബറിൻ്റെ ഹുഡ് ആൻഡ് ഹോബ് കൊടുത്തിരിക്കുന്നു. ഒരു സ്റ്റോർ റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ വെളിയിലായിട്ട് ഒരു യൂട്ടിലിറ്റി കിച്ചൺ കൂടി വരുന്നുണ്ട്. സ്റ്റീൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെയർസ് ആണ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസിൽ ടഫ് ആൻഡ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നു. ഇതെല്ലാം തന്നെ ടീ വുഡിലാണ് നമ്മുടെ സ്റ്റെപ്സൊക്കെ ചെയ്തിരിക്കുന്നത്. ടീ വുഡിൽ തന്നെയാണ്. ഈ ഒരു വോളായിട്ടൊക്കെ തന്നെ ഡിസൈനർ ടൈൽസ് ആണ് പാനലിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് GI പൈപ്പിൽ കുറേ ലൈറ്റ്സ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമ്മൾ കാണുന്നത് ഒരു പ്ലാന്റ് ആണ്. അതൊരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. അപ്പോൾ ഇവിടെയൊക്കെ തന്നെ ഈ കൊടുത്തിരിക്കുന്നത് ലാക്വേർഡ് ഗ്ലാസ് ആണ്. ഇനി നമ്മൾ മുകളിലോട്ട് കയറുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ ലൂവേഴ്സ് ചെയ്തിരിക്കുകയാണ്.
ഇത് പ്ലൈവുഡിലാണ് ചെയ്തിരിക്കുന്നത്, വെനീർ ലാമിനേറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ മുകളിലോട്ട് വരുമ്പോൾ ഇങ്ങനൊരു പാസേജാണ്. ഈ ഒരു പാസേജിലൂടെ നമ്മൾ ചെന്നെത്തുന്നത് അപ്പർ ലിവിങ് ഏരിയയിലേക്കാണ്. ഈ ഒരു അപ്പർ ലിവിങ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു മജ്ലിസ് ആയിട്ടാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടൊരു TV യൂണിറ്റും ചെയ്തിട്ടുണ്ട്. ഫുൾ ഫാമിലിക്ക് നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ സീലിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു സീലിങ്ങും ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമാണിത്. ഇതൊരു വുഡ് കളർ തീമിലാണ്, ഫുൾ വുഡ് തീമിലാണ് ഈ ഒരു റൂം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ടായാലും നമുക്കെല്ലാം തന്നെ ഈ ലൂവേഴ്സൊക്കെ തന്നെ പ്ലൈവുഡിൽ ചെയ്തിരിക്കുന്നതാണ്. മുകളിൽ സീലിങ്ങും അതുപോലെ തന്നെയാണ്. എന്നിട്ട് വെനീർ പാനലിംഗ് ചെയ്തിട്ടുണ്ട്. വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു ബെഡ്റൂമും സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കിങ് സൈസ് ബെഡാണ് കൊടുത്തിരിക്കുന്നത്. റൂമിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാർഡ്രോബ്സ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ ഡ്രസ്സിംഗ് ടേബിളായിട്ടാണ് ലോങ് മിറർ കൊടുത്തിരിക്കുകയാണ്. ആ ഒരു സൈഡിലായിട്ട് ബാത്റൂമും വരുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ഡോക്ടർ ഷെഫലിൻ്റെ ബെഡ്റൂം. വളരെ ഭംഗിയായിട്ട് നമ്മുടെ സ്ട്രക്ചറിനോട് സിമിലാരിറ്റി വരുന്ന രീതിയിലാണ് ഇവിടെയും റൂഫ് ചെയ്തിരിക്കുന്നത്. കേർവ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു 3 കളർ ബ്ലാക്ക്, റെഡ് ആൻഡ് വൈറ്റ് തീമാണ് ഇവിടെ കളേഴ്സ് കൊടുത്തിരിക്കുന്നത്, സീലിങ്ങിലും അതുപോലെ ഈ റൂമിലും. വളരെ ഭംഗിയായിട്ടുള്ളൊരു റെഡ് ക്ലോത്തിലാണ്, ഒരു വെൽവെറ്റ് ക്ലോത്തിലാണ് ഈ ഒരു ഹെഡ് ബോർഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു കിങ് സൈസ് ബെഡ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറിങ്ങിൽ നിന്ന് അല്പം എലിവേറ്റഡ് ആയിട്ടാണ് ഈ ഒരു ബെഡ് സ്പേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് TV സെറ്റ് ചെയ്തിരിക്കുന്നു. താഴെയായിട്ട് ധാരാളം സ്റ്റോറേജസും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് യൂസ്. ഇവിടെയായിട്ട് നല്ലൊരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നു. ഇൻബിൽറ്റ് ആയിട്ടുള്ള LED ലൈറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അവിടെ ഒരു വേർട്ടിക്കൽ ഗാർഡൻ കൂടി സെറ്റ് ചെയ്തിരിക്കുന്നു. നല്ല ഭംഗിയായിട്ടുണ്ട് ഈ ഒരു പോർഷൻ കാണാനായിട്ടും. അതുപോലെ ഇവിടെ ബാക്ക് സൈഡിലായിട്ടാണ്, ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ്സ് വരുന്നത്. ഇവിടെയായിട്ട് ബാത്റൂം വന്നിരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഈ ഒരു സൈഡിലെ വോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ഒരു വോള് ചെയ്തിരിക്കുന്നത് കണ്ടോ, ഇത് മൾട്ടി വുഡിലാണ് ചെയ്തിരിക്കുന്നത്. ബാക്കിലായിട്ട് ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. റൂമിലോട്ട് നല്ലൊരു നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു വോളിന് ഭയങ്കര റോളാണുള്ളത്. ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലെ 3rd ബെഡ്റൂം. കിഡ്സ് ബെഡ്റൂമാണിത്. വളരെ നല്ലൊരു കളർ തീമാണ് ഈ ഒരു റൂമിന് കൊടുത്തിരിക്കുന്നത്. ഒരു പീച്ച് കളറാണ് ഇവിടെ, പീച്ച് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നു. ഈ ഒരു വോളായിട്ടൊക്കെ തന്നെ മൾട്ടി വുഡിൽ CNC കട്ടിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ ഒരു ബെഡ് ശ്രദ്ധിച്ചാൽ നമുക്ക് ഇവിടെ മുതലേ ആ ഒരു ബെഡിൻ്റെ ഹെഡ് ബോർഡിൽ ഇവിടെ മുതലേ ആ ഒരു കുഷ്യൻ ഫുള്ളായിട്ട് കവർ ചെയ്യുകയാണ്. നമുക്കറിയാം കുഞ്ഞു കുട്ടികൾക്കുള്ള ബെഡാകുമ്പോൾ അത് അത്രയും സ്പെഷ്യലായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഫുള്ളായിട്ട് ആ ഒരു ഇത്രയും ലെങ്ത്തിൽ ആ ഒരു ഹെഡ് ബോർഡിൽ കുഷ്യൻ കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മിറർ സെറ്റ് ചെയ്തിരിക്കുന്നു. അതുപോലെ അതിനോട് ചേർന്ന് ഒരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ ബാത്റൂം വരുന്നത്. ഇവിടെ ബാത്റൂമിൻ്റെ ടൈൽസ് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനർ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി റൂമാണ്. ഇവിടെ ഒരു ജിം സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാനലിങ്ങിൻ്റെ 2 വശത്തായിട്ട് മിറേഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ നല്ല സ്പേഷ്യസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി സ്പേസ്. ഈ ഒരു കേർവ്സിലൊക്കെ തന്നെ ധാരാളം LED ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഏറ്റവും മുകളിലായിട്ട് ഇവിടെ സോളാർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഒരു സോളാർ പാനൽസ് കൂടി കാണാം.
ഡോക്ടർ ഷെഫിൽ ഷെഫ് നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഡോക്ടറോട് തന്നെ ചോദിക്കാം ഇങ്ങനൊരു സ്ട്രക്ചറിലോട്ട് എത്തിയതിനെ കുറിച്ചും ഡോക്ടറിൻ്റെ കൺസെപ്റ്റിനെ കുറിച്ചൊക്കെ. ഡോക്ടർ ഏത് ഡിപ്പാർട്ട്മെൻറ്റിലാണ്, എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ റെസ്പിറേറ്ററി മെഡിസിനിലാണ്. ഉപാസന ഹോസ്പിറ്റൽസിലെ കൺസൾട്ടൻറ്റ് പൾമനോളജിസ്റ്റാണ്. ഡോക്ടറുടെ കോൺസെപ്റ്റ് ആയിരുന്നു ഇങ്ങനൊരു സ്ട്രക്ചർ വേണം എന്നുള്ളത് വീടിന്? 2018 നമ്മൾ പ്ലാൻ ചെയ്യുമ്പം കുറച്ച് യൂണീക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സ്ട്രക്ചർ വേണം എന്നായിരുന്നു. അപ്പം കേർവ്ഡ് സ്ട്രക്ചേഴ്സ് വേണം എന്നും കൂടെ നമ്മളൊരു സജഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ആർക്കിടെക്റ്റായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തപ്പം, ഫൈൻ സ്പേസ് ടീമായിട്ട് ഡിസൈൻ ചെയ്തപ്പം, അങ്ങനെ 2-3 സിറ്റിങ്സ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണൊരു ഫൈനൽ ഔട്ട്കം കിട്ടിയത്. 3D ഡിസൈൻ ചെയ്ത അതേപോലെ. അതെ എക്സാക്ട്ലി. എക്സ്റ്റീരിയർ ആവട്ടെ ഇൻറ്റീരിയർ ആവട്ടെ, അന്ന് 2018 നമ്മൾ എങ്ങനെയാണോ ഡിസൈൻ ചെയ്തത് അതിൽ ഒരു സ്മോൾ വേരിയേഷൻസ് പോലും ഇല്ല. അങ്ങനെ തന്നെയാണ് നമുക്ക് ഫൈനൽ ഔട്ട്കം. ഒരു 3D എലിവേഷൻ്റെ 3D കഴിഞ്ഞതിന് ശേഷം സ്ട്രക്ചർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോഴത്തേക്കും 3D എല്ലാവരും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി. ആ ഒരു സ്ട്രക്ചർ കഴിയാറായപ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ചലഞ്ചായിരുന്നു. ബിക്കോസ് ഇൻറ്റീരിയർ അത്രത്തോളം തന്നെ ഭംഗിയാക്കണം എന്നുള്ളത്. സോ നമുക്കൊരു സജഷൻ ഉണ്ടായിരുന്നു, കുറച്ച് അറബിക് ടച്ച് കൊണ്ടുവരിക. നമ്മൾ കുറച്ച് സെറ്റിൽ ദുബായിലാണ്, അബുദാബി ബേസിക്കലി. അപ്പം കുറച്ച് അറബിക് ടച്ച് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കളർ തീമും. അപ്പം നമ്മുടെ ഇൻറ്റീരിയർ ഡിസൈനേഴ്സായ ഫൈൻ സ്പേസ് ആയാലും മെലോ ഇൻറ്റീരിയേഴ്സ് ആയാലും കൂടെ തന്നെ നിന്നിട്ട് കളർ തീം ആയാലും ക്യൂരിയസ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിലായാലും ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. അതെ ഒബ്വിയസ്ലി. ഇതിൻ്റെ A to Z ഫൈനൽ ഹൗസ് വാമിങ്ങിൻ്റെ അന്ന് നൈറ്റ് വരെയും മെലോൻ്റെ സൂപ്പർവിഷനിൽ തന്നെയാണ്, അല്ലെങ്കിൽ ഫൈൻ സ്പേസ് ആ ടീമിൻ്റെ സൂപ്പർവിഷനിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടന്നു പോരുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ഡോക്ടർ ഒരു തിരക്കിൽ നിന്ന് ഈ സമയം കണ്ടെത്തി നമ്മളോടൊപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ജോയിൻ ചെയ്തതിൽ ഒരുപാട് താങ്ക് യു സോ. അപ്പോൾ നമ്മൾ വീടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞു. ഈ വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒരു വലിയൊരു റെഫറൻസ് തന്നെയാണ് ഈ വീട്. നമ്മൾ പുതുതായിട്ട് വീട് വയ്ക്കാൻ പോകുന്നവർക്ക് വലിയൊരു റെഫറൻസാണ്. ഒരുപാട് ഐഡിയാസ് ഈ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാകും. ഈ ഒരു വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ട് ഡോക്ടർ ഷെഫിലിൻ്റെ ആഗ്രഹപ്രകാരം കേർവ്സ്, ഒരു എല്ലായിടവും എലിവേഷനിൽ നമുക്ക് കേർവ്സ് ആണ് കാണാൻ പറ്റുന്നത്. കുറേ എലിപ്റ്റിക്കൽ ഷേപ്പുകളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. വളരെ ഭംഗിയായിട്ടത് ആർക്കിടെക്ട്സ് വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു എലിവേഷൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓരോ വർക്ക് കാണുമ്പോഴും ഇതിൻ്റെ പിന്നിൽ അവരുടെ ഒരു എഫേർട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ കൃത്യമായ സൂപ്പർവിഷൻ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് ഇത്ര ഭംഗിയായിട്ട് ഈ ഒരു വീടിൻ്റെ ഫുൾ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ആർക്കിടെക്ട്സ് ആയാലും ഇൻറ്റീരിയർ ഡിസൈനേഴ്സ് ആയാലും വളരെ നല്ലതുപോലെയാണ് ഈ ഒരു വീട്ടിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ആർക്കിടെക്ട് ഫേമിൻ്റെ പേര് ഫൈൻ സ്പേസ് ആർക്കിടെക്ട്സ് എന്നാണ്. അതുപോലെ ഇൻറ്റീരിയേഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് മെലോ ഇൻറ്റീരിയേഴ്സ് ആണ്. ഇവരുടെ ഫുൾ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ വീട് പണി നടക്കുന്നവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറന്നു വിട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, താങ്ക് യു ഫോർ വാച്ചിങ്.